പലപ്പോഴും ആളുകൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത് എന്താ, സ്ത്രീക്ക് ഒരു ഇഷ്ടത്തിന്, അവളുടെ ഇഷ്ടത്തിനൊന്നും ഇസ്ലാം മതത്തിൽ യാതൊരു പരിഗണനയില്ല. എന്താണോ വാപ്പ പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണോ ആ സ്ഥാനത്തിരിക്കുന്ന കൈകാര്യകർത്താക്കൾ പറഞ്ഞത്, അതിന് പെണ്ണങ്ങ് മൂളിക്കോളണം. അവൾക്ക് ആ വിവാഹം ഇഷ്ടമല്ലെങ്കിലും പെണ്ണ് അതിനാണ്ട് സമ്മതിച്ചോളണം. ഈ വിധത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ അടിച്ചമർത്തപ്പെടുകയാണ് ഇസ്ലാമിക ശരീഅത്തിലെ പെണ്ണ്. സ്ത്രീ, കിതാബിലെ സ്ത്രീ അങ്ങനെയാണ്, കിതാബിലെ പെണ്ണ് അടിച്ചമർത്തപ്പെടുകയാണ് എന്നൊക്കെ പലപ്പോഴും ഇസ്ലാം വിമർശകന്മാർ അവരുടേതായ കുപ്രചരണങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാറുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം എത്രത്തോളം പവറും സ്ഥാനവുമാണ് ഒരു സ്ത്രീക്ക് നൽകിയിട്ടുള്ളത് എന്ന്. വിവാഹത്തിന്റെ ഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലെന്നാണോ ഇവർ പറയുന്നത്? അവളുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാൻ വേണ്ടിയാണ് ചില ആളുകളെയൊക്കെ അവളുടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുവാനുള്ള വിലായത്ത് അല്ലെങ്കിൽ രക്ഷാകർതൃത്വം നൽകിയിരിക്കുന്നത് എന്നാണോ ഇവർ പറയുന്നത്? എങ്കിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്നു എന്നുറപ്പാണ്. എന്താണ് ഇസ്ലാമിലെ നിയമം? ഒരു സ്ത്രീ അവൾക്ക് ഇഷ്ടപ്പെടാത്ത ഭർത്താവിൻ്റെ കൂടെ പൊറുത്ത് ജീവിക്കണമെന്ന് ഇസ്ലാം നിർബന്ധിക്കുന്നുണ്ടോ ഒരു സ്ത്രീയോട്? ഒരിക്കലുമില്ല. വിവാഹത്തിന്റെ ഘട്ടത്തിൽ സ്ത്രീയോട് അനുവാദമാരായണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അല്ലാതെ പെണ്ണിന്റെ രക്ഷാധികാരികളായ ആളുകൾ മാത്രം ഒരു യോഗം ചേർന്ന് അവർ മുശാവറ നടത്തിയിട്ട് ഈ പെണ്ണിനോട് യാതൊരു അഭിപ്രായം ചോദിക്കാതെ ഞങ്ങൾ പറയുന്നത് നീ അങ്ങ് കേട്ടോളണം എന്ന് പറയുന്ന അടിച്ചമർത്തുന്ന നയമൊന്നും ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തന്നെ ഈ സമൂഹത്തോട് പറഞ്ഞതാണ്, ലാ തുൻകഹുൽ അയ്യിമു ഹത്താ തുസ്തഅ്മറ വലാ തുൻകഹുൽ ബിക്റു ഹത്താ തുസ്തഅ്ദന. ഖാലൂ യാ റസൂലല്ലാഹ് വകൈഫ ഇദ്നുഹാ ഖാല അൻ തസ്കുതാ. ഹദീസിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും, ഒരു അവിവാഹിത, ഒരു ഇണയില്ലാത്ത പെൺകുട്ടി വിവാഹം കഴിക്കപ്പെടരുത്, ഒരു വിധവയും വിവാഹം കഴിക്കപ്പെടരുത്. ഹത്താ തുസ്തഅ്മറ, അവളോട് അവളുടെ കാര്യം അവളുമായിട്ട് കൃത്യമായി കൂടിയാലോചിച്ച് സമ്മതം കിട്ടണം എന്നാണ്. അതുപോലെ തന്നെ ഒരു കന്യകയാണ്, ഇതുവരെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലാത്ത, ആദ്യമായി വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പെൺകുട്ടിയാണ്, അവളുടെ കാര്യം ഞങ്ങളാ തീരുമാനിക്കേണ്ടതെന്ന് അധികാരമുണ്ടോ? ഇല്ല. അവളോടും വേണം ഹത്താ തുസ്തഅ്ദന, പെർമിഷൻ ചോദിക്കപ്പെടുന്നത് വരെ അവളുടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. വിധവയാണെങ്കിൽ വാക്കാൽ തന്നെ അവൾ സമ്മതം പറയും. കാരണം ഒരു വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നാണൊക്കെ പോയി ഇക്കാര്യങ്ങളിലൊക്കെ അഭിപ്രായമൊക്കെ ചോദിച്ചാൽ പറയാനൊക്കെ ഒരു ധൈര്യം വന്നിട്ടുണ്ടാവും. നേരെ മറിച്ച് ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന ഒരു കുട്ടിനോട് എനിക്കിഷ്ടമായോ നീ കല്യാണം കഴിക്കട്ടെ എന്നൊക്കെ ചോദിച്ചാൽ വാക്കാൽ അങ്ങനെയാണ് പറയാൻ കുറച്ച് ലജ്ജ ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരത്തിൽ കന്യകകളായ ആദ്യ വിവാഹം നടത്തപ്പെടുന്ന ഘട്ടത്തിലുള്ള ആളുകളുടെ അനുവാദത്തെ എപ്രകാരമാണ് പ്രവാചകരെ പരിഗണിക്കപ്പെടേണ്ടത് എന്ന ചോദ്യത്തിന് അവിടുന്ന് പറഞ്ഞതെന്താ? അൻതസ്കുത, അവൾ മൗനം പാലിച്ചാൽ തന്നെ അവളുടെ സമ്മതമാണ്. അതാണ് നമ്മൾ മൗനം സമ്മതം എന്ന് പറയുന്നത്. ഒരു വിധവയായ സ്ത്രീ വാക്കാൽ തന്നെ പറയാ എനിക്കിഷ്ടമാണ്, എനിക്ക് സമ്മതമാണ് എന്ന് പറയും. അതേവസരത്തിൽ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ എനിക്ക് സമ്മതമാണ്, എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞോളണം എന്നില്ല, മിണ്ടാതെ നിൽക്കും, അല്ലെങ്കിൽ താഴത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചു നിൽക്കും, എതിർപ്പൊന്നും പറയൂല, മൗനമാണ്. അപ്പൊ മൗനമാണെങ്കിൽ മൗനം സമ്മതം. എന്തായിരുന്നാലും അനുവാദമാരായണം എന്നുള്ളതാണ് ഇസ്ലാം കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. വേറെ ചില റിപ്പോർട്ടുകളിൽ ഇപ്രകാരമാണ് വാചകം, ശരിക്കും മനസ്സിലാക്കണം നമ്മൾ. അസ്സയ്യിബു അഹഖു ബിനഫ്സിഹാ മിൻ വലിയിഹാ, ഒരു വിധവയായ സ്ത്രീ അവളുടെ പുനർവിവാഹത്തിന് അവളുടെ രക്ഷാധികാരിയേക്കാൾ ഏറ്റവും അർഹത അവൾക്ക് തന്നെയാണ്. അവളുടെ കാര്യം അവളാ തീരുമാനിക്കേണ്ടത്. വൽ ബിക്റു, അതേ അവസരത്തിൽ കന്യകയോ തുസ്തഅ്മർ, അവളോട് അനുവാദമാരായണം, അവളുടെ സമ്മതം അവർ പ്രത്യേകം വ്യക്തമായി പറഞ്ഞോളണമെന്നില്ല. മൗനം കിട്ടിയാൽ തന്നെ, മൗനമാണെങ്കിൽ തന്നെ നമുക്കത് അവളുടെ സമ്മതമായി പരിഗണിക്കാവുന്നതാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ മുസ്ലിമീങ്ങൾ പഠിച്ചു വെക്കണം, എല്ലാവരും പഠിച്ചു വെക്കണം. ഇസ്ലാം ഇങ്ങനെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ വാപ്പയും കുടുംബങ്ങളൊക്കെ പറയുന്നത് ഈ പെൺകുട്ടിയുടെ യാതൊരു അഭിപ്രായത്തിനും ഒരു അനുവാദം പോലും ചോദിക്കാതെയാണ് അത് കെട്ടിച്ചു കൊടുത്തിട്ട് അതുമ്മലാണ് തൃപ്തിപ്പെടുത്തലാണ് എന്നൊക്കെയാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇസ്ലാം അന്ന് തന്നെ സ്വാതന്ത്ര്യം കൊടുത്തു. ഇതൊക്കെ ഏത് കാലത്താ? ഇപ്പോഴത്തെ നിയമമൊന്നും അല്ലത്. പെൺകുട്ടികൾ ജനിച്ചാൽ അപമാനഭാരത്താൽ ആ കുട്ടിയെ ജീവിക്കാൻ വിട്ടാൽ തനിക്കിവിടെ തലയുയർത്തി പുറത്തിറങ്ങാൻ പാടില്ലെന്ന് വിചാരിക്കുന്ന ഒരു തരം കടുത്ത മനസ്ഥിതി ഉണ്ടായിരുന്ന സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ്
പെൺകുട്ടിയെ ജീവനോടെ കൊഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്കാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പെണ്ണിന് സ്ഥാനുണ്ട്, അവൾക്ക് ഇഷ്ടമല്ലാത്തവരെ കൂടെ നിർബന്ധിച്ചോളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത്, അവൾക്ക് താല്പര്യമുണ്ടെങ്കിലേ അതിന് കൊടുക്കാവൂ. ആ നിലക്ക് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, നടന്ന വിവാഹത്തിന്റെ കാര്യത്തിൽ പോലും ഇസ്ലാം പെണ്ണിന് വീണ്ടും അനുവാദം കൊടുത്തു. നോക്കൂ നിങ്ങൾ, മഹദിയായ ഖൻസാ റളിയല്ലാഹു അൻഹാ, ഖൻസാ ബിൻത്ത് ഖദ്ദാം എന്നറിയപ്പെടുന്ന ഖൻസാ, അവരുടെ ഉപ്പ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു പുരുഷനായി വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. ഉപ്പ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു, പക്ഷെ ആ വിവാഹത്തിൽ ഈ സ്ത്രീക്ക്, ഈ സഹോദരിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് അവർ പരാതിയുമായിട്ട് ചെന്നു. എനിക്കിഷ്ടമല്ലാത്ത ഒരാളെയാണ് എന്നെ വിവാഹം കഴിപ്പിച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഖൻസാ എന്ന സഹോദരി റളിയല്ലാഹു അൻഹാ അവർ പോയി പരാതി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? ഫറദ്ദ നിക്കാഹഹാ, അവളുടെ നിക്കാഹാണ്ട് ക്യാൻസൽ ചെയ്തു. അവർക്ക് ഇഷ്ടമല്ല, അവർ ചെന്ന് കേസ് കൊടുത്തിട്ടേ ഉള്ളൂ അള്ളാഹിന്റെ റസൂലിന്റെ കോടതിയിൽ. ആ വിവാഹമാണ് ക്യാൻസലാക്കി. നോക്കൂ നിങ്ങൾ, ഒരു സ്ത്രീക്ക് ഇസ്ലാം നൽകിയ സ്ഥാനമാണത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ആ സഹോദരി അള്ളാഹിന്റെ റസൂലിനോട് വന്നിട്ട് എന്താ പരാതിപ്പെട്ടപ്പോൾ പറഞ്ഞത്? ഇന്ന അബീ സവ്വജനീ മിൻ ഇബ്നി അഖീഹി ലിയർഫഅ ബി ഖസീസതഹു, എൻ്റെ ഉപ്പ അദ്ദേഹത്തിന്റെ സഹോദരന്റെ പുത്രനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാന്യത ഉയർത്താനും അദ്ദേഹത്തിൻ്റെതായ ചില താല്പര്യങ്ങൾ നിലനിർത്തുവാനും ഒക്കെ വേണ്ടി എൻ്റെ സമ്മതമില്ലാതെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനെ കൊണ്ടാണ് എന്നെ കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹോദരിക്ക് അങ്ങോട്ട് ഓപ്ഷൻ കൊടുക്കുകയാണ്, തീരുമാനിക്കാനുള്ള അധികാരം സഹോദരി നിങ്ങൾക്ക് വിട്ടുതരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വേണമെങ്കിൽ എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം, അത് വേണ്ടേ ഒഴിവായി പോകാം. വിവാഹം ക്യാൻസലാക്കുന്നുള്ള ആ ഒരവസ്ഥ എത്തിയപ്പോൾ അവരെന്ത് പറഞ്ഞു? അപ്പോൾ അവർ പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ ഉപ്പ ചെയ്ത കാര്യം ആയതുകൊണ്ട് ഞാനിതിപ്പോൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിലൂടെ ഞാനിവിടെ വന്ന് പറഞ്ഞത് എൻ്റെ വിവാഹം ഇങ്ങനെ പൊയ്ക്കോട്ടെ, ഞാൻ തൃപ്തിപ്പെട്ടോളാം, ക്യാൻസൽ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ഞാൻ ഇവിടെ വന്ന് ശബ്ദിക്കുന്നത്, ലോകത്തിനി ഒരു പെണ്ണിനും അവരുടെ ബാപ്പമാര് നിർബന്ധിച്ചുകൊണ്ട് പെണ്ണിന്റെ യാതൊരു കാര്യങ്ങളും മാനിക്കാതെ ബാപ്പയുടെ താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ലോകത്തൊരു ബാപ്പമാരും ഇനി ഒരു പെൺകുട്ടിയെയും കല്യാണം കഴിപ്പിച്ചു കൊടുക്കരുത് എന്ന് മുസ്ലിം സ്ത്രീകൾക്ക് മെസ്സേജ് കൊടുക്കണം ഇതിലൂടെ. അതാ ഞാൻ ഇങ്ങനെ വന്ന് പരാതി പറയുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്ന് ആ സഹോദരി പറഞ്ഞതായി മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ സ്ത്രീക്ക് ഇസ്ലാം സ്ഥാനം നൽകിയില്ലേ? ഇതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ബരീറ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കീഴിലുണ്ടായിരുന്ന ഒരു അടിമ സ്ത്രീ ആയിരുന്നു അത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരെ എഴുത്തുക്ക് ചൊല്ലി, അഥവാ അവരെ സ്വതന്ത്രരാക്കി. സ്വതന്ത്രരാകുമ്പോൾ അവരാദ്യം കല്യാണം കഴിച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ചിരുന്നത് മുഗീസ് എന്ന് പറയുന്ന ഒരു അടിമയെ ആയിരുന്നു. ഒരു അടിമ സ്ത്രീ ആയിരുന്ന കാലത്ത് ഒരടിമ ഇവരെ വിവാഹം കഴിച്ചിരുന്നു. ഇവരുടെ പേര് ബരീറ, വിവാഹം കഴിച്ചിരുന്ന ആളുടെ പേര്, ആ അടിമയുടെ പേര് മുഗീസ് എന്നായിരുന്നു. രണ്ടാളും ഒരു ചേർച്ച ഉണ്ടായിരുന്നില്ല, രണ്ടാളും തമ്മിൽ യാതൊരു പൊരുത്തം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇവരെ ഇത്ഖ് ചൊല്ലിയപ്പോൾ, അഥവാ അവരെ സ്വതന്ത്രയാക്കിയപ്പോൾ അവർക്ക് തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പോൾ അവരെന്താ തീരുമാനമെടുത്തതെന്നറിയോ? ഞാൻ ഇയാളുടെ കൂടെ ഇനി ഭാര്യയായിട്ട് തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് തീരുമാനമെടുത്തത്. തീരുമാനമെടുത്തു എന്ന് മാത്രമല്ല, അവർക്ക് ചരിത്രത്തിൽ വളരെ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം, ഈ ബരീറ കഅബ തവാഫ് ചെയ്യുമ്പോഴൊക്കെ പിന്നിൽ കരഞ്ഞുകൊണ്ട് മുഗീസ് പിന്നാലെ നടക്കുമായിരുന്നു എന്നാണ്. കരഞ്ഞുകൊണ്ട് പിന്നാലെ, ബരീറയുടെ പിന്നാലെ, ഭാര്യയുടെ പിന്നാലെ ഭർത്താവ് ഇങ്ങനെ നടക്കുകയാണ്, എന്നെ ഒഴിവാക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട്. അത്രക്കും ഈ ബരീറയെ സ്നേഹിച്ച ഒരു ഭർത്താവായിരുന്നു മുഗീസ് എന്ന അടിമ. പക്ഷേ അവരൊരിക്കലും അതിന് തയ്യാറായില്ല. എത്രത്തോളം മുഗീസ് അങ്ങോട്ട് അടുപ്പം കാണിക്കുന്നു, അത്രത്തോളം ബരീറ മുഗീസിനോട് വെറുപ്പാ കാണിച്ചത്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും വിഷയത്തിൽ ഇടപെട്ട് നോക്കി. ബരീറയോട് സംസാരിച്ചു. ബരീറ, കണ്ടില്ലേ മുഗീസ് എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു, എത്രത്തോളം അവർ സങ്കടത്തിലാണ്, കാണുന്നില്ലേ അദ്ദേഹത്തിന്റെ അവസ്ഥ? അള്ളാഹിന്റെ റസൂലിനോട് അവർ ചോദിച്ചു, നിങ്ങൾ എന്നോട് നിർബന്ധമായൊരു നിയമം പറയുകയാണോ? അവരുടെ കൂടെ തന്നെ ഞാൻ ജീവിക്കണം എന്ന് എന്നെ നിർബന്ധിക്കുകയാണോ പ്രവാചകരെ അങ്ങയുടെ ഈ വാക്കുകളുടെ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും അല്ല, ഞാൻ നിർബന്ധിക്കല്ല, ഞാൻ നിങ്ങളോട് നിർബന്ധമൊന്നും പറയുന്നില്ല, ഞാനൊരു റെക്കമെൻഡ് പറയാണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ ഞാനൊരു റെക്കമെൻഡ് പറയാണ്. അവരുമായിട്ട് പൊരുത്തപ്പെട്ട് പോയിക്കൂടെ? പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾക്കത് നിർബന്ധമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ പ്രവാചകൻ, അവിടത്തേക്ക് വേണമെങ്കിൽ നിർബന്ധിക്കായിരുന്നു. പക്ഷേ ദീനുൽ ഇസ്ലാമിലെ നിയമം അതോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹിന്റെ റസൂല് ശഫാഅത്ത് ചെയ്തു നോക്കി, ഇടപെട്ട് നോക്കി. പക്ഷേ ബരീറ ആ സഹോദരി അതിന് വഴങ്ങിയില്ല. ആ വിവാഹം അവർ തമ്മിൽ പിരിഞ്ഞു. അതാണ് ഇസ്ലാം. സ്ത്രീക്ക് ഒരു സ്വാതന്ത്ര്യവും നൽകുന്നില്ല, അവളുടെ ഇഷ്ടത്തിന് ഒരു വിലയുമില്ല എന്ന് ഇസ്ലാമിനെ വിമർശിക്കുവാൻ വേണ്ടി പുരപ്പുറത്ത് കൂവി നടക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ചരിത്രങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടേയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ധാരാളം സംഭവങ്ങൾ ഇതുപോലെ സഹോദരങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം അബ്ദുർ റസാഖിന്റെ മുസന്നഫിൽ നമുക്ക് കൃത്യമായി മറ്റൊരു ചരിത്രം കാണാൻ സാധിക്കും. ഒരു സഹോദരി, അവരുടെ ഭർത്താവ് ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. ഉഹദ് യുദ്ധത്തിൽ ഒരു സഹോദരിയുടെ ഭർത്താവ് ഷഹീദായപ്പോൾ അവർക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആ മരിച്ചയാളുടെ സഹോദരൻ, മരിച്ച ഭർത്താവിന്റെ സഹോദരൻ തന്നെ ഇവരെ വിവാഹം അന്വേഷിച്ചപ്പോൾ പിതാവ് സമ്മതിച്ചില്ല. പിതാവ് വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചത്. വിവാഹം നടന്നു, ഇവർക്ക് ഇഷ്ടമല്ലാതെ വിവാഹം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പരാതിയുമായി ഈ സഹോദരി വന്നു. സഹോദരി വന്നിട്ട് തന്റെ സങ്കടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അള്ളാഹിന്റെ റസൂല് ആ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അവളുടെ കാര്യത്തിൽ ഇനി ഇടപെടാനുള്ള അധികാരമില്ല, അവർക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് സഹോദരിയോട് പറഞ്ഞു, ഇദ്ഹബി, നീ പൊയ്ക്കോ, നിനക്കിഷ്ടപ്പെട്ട, ആദ്യം നിന്നെ വിവാഹം അന്വേഷിച്ചു നിന്റെ ഭർത്താവിന്റെ സഹോദരൻ എന്ന് പറഞ്ഞില്ലേ, അയാളുടെ കൂടെ ജീവിച്ചോളൂ, അവർ വിവാഹം കഴിച്ചോട്ടെ നിങ്ങളെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ തീരുമാനം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെ എന്തിനാണ് സഹോദരങ്ങളെ ഞാനിവിടെ സൂചിപ്പിക്കുന്നത്? സ്ത്രീയെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു രക്ഷാധികാരികൾ എന്ന ഇടനിലക്കാർ വേണം എന്ന് പറയുന്നതിലൂടെ പെണ്ണിനെ പാരതന്ത്ര്യത്തിന്റെ കൂട്ടിൽ അടച്ചു പൂട്ടുകയാണ് എന്നും അവളുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുകയാണെന്നും അവളെ അടിമയെപ്പോലെ അവളെ പെരുമാറുകയാണെന്നും ഒക്കെയുള്ള വിമർശനങ്ങളുടെ മുനയൊടിക്കുന്ന ചരിത്രങ്ങളാണ് നമ്മൾ ഈ വായിച്ച് കേട്ടത്. അതുകൊണ്ട് സ്ത്രീക്ക് ഇസ്ലാം ഉന്നതമായ പദവി തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഉമ്മ എന്ന നിലക്കും മകൾ എന്ന നിലക്കും ഭാര്യ എന്ന നിലക്കും എല്ലാ അർത്ഥത്തിലും സ്ത്രീക്ക് നല്ല പദവി തന്നെയാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്.